അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെന്തോടൻപടി മുത്തന്തണ്ട് VCBയിൽ വെള്ളമുയർന്ന് സമീപത്തെ കൃഷിസ്ഥലങ്ങൾ വെള്ളത്തിലായി. റബ്ബർ, കമുക്, തെങ്ങ്, വാഴ തുടങ്ങിയ നിരവധി ഏക്കർ കൃഷിസ്ഥലങ്ങളാണ് വെള്ളത്തിലായത്. 4 വൈദ്യുതി പോസ്റ്റുകളും വെള്ളത്തിലായി. പുഴയോട് ചേർന്ന് റോഡും തോടും കിണറും വെള്ളം മൂടിയത് അപകടങ്ങൾക്ക് കൂടി കാരണമാകും. ചീർപ്പിട്ടപ്പോൾ വെള്ളം മഴ പെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതിന് മുകളിൽ നിന്ന് വെള്ളം ഒന്നായിട്ട് വന്നു. അപ്പോൾ മൊത്തം കൃഷിക്ക് കയറി. അപ്പോൾ അതിനൊരു കുറച്ചൊരു ഉയരം കുറച്ചിട്ട് ഒരു പരിഹാരം കാണണം, കൃഷി നശിക്കാതെ വെക്കാൻ. ഇപ്പം തന്നെ റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല, കവുങ്ങൊക്കെ കണ്ടില്ല, ആകെ വെള്ളം മൂടി കിടക്കുകയാണ്. എല്ലാം നോക്കിയാലും അറിയുന്ന ആളോ. അവർ നല്ലൊരു പരിഹാരം എല്ലാവരും കൂടിയിട്ട് അതന്നെ, അത്ര തന്നെ പറയാനുള്ളൂ. പഞ്ചായത്ത് പോയാണ്, ആ പഞ്ചായത്തിൽ പോയില്ല, അപ്പോൾ ജില്ലാ പഞ്ചായത്താണ് അതിൻ്റെ ആളെന്ന് പറഞ്ഞു. മുത്തൻതണ്ട് VCBയിൽ വെള്ളമുയർന്നതോടെ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെല്ലാം വലിയ തോതിൽ വെള്ളമുയർന്നിട്ടുണ്ട്. എന്നാൽ VCBയോട് ചേർന്ന നിസ്കാര പള്ളി മുതലുള്ള കൃഷിസ്ഥലങ്ങളിൽ വെള്ളം കയറിയതോടെ കർഷകർ ദുരിതത്തിലായി. റബ്ബർ, കമുക്, തെങ്ങ്, വാഴ തുടങ്ങി നിരവധി കൃഷിസ്ഥലങ്ങളാണ് വെള്ളത്തിലായത്. ഇവിടെ റബ്ബർ ടാപ്പിംഗ് മുടങ്ങിയ നിലയിലാണ്. VCBയിൽ 5 അടിയോളം വെള്ളം പൊങ്ങിയതോടെ കുട്ടശ്ശേരി റഷീദ്, ചൂട്ടൻ ഹമീദ്, CK അബ്ദുൽ വഹാബ്, CK ഗഫൂർ, CK അബ്ദുൽ ബാരി എന്നിവരുടെ കൃഷിയിടത്തിലേക്കാണ് വെള്ളം കയറിയത്. വെള്ളം കയറിയതോടെ അബ്ദുൽ വഹാബിന്റെ റബ്ബർ ടാപ്പിംഗ് മുടങ്ങി. വാഴകളും കമുകുകളും തെങ്ങുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് വീട് റോഡ് വെച്ച് തരാൻ വേണ്ടിക്കാണ് ഓകാല് കെട്ടി, ഒരു ഓകാല് കെട്ടി. 2ാം ഓകാല് കെട്ടിയപ്പോഴാണ് ഒരു പാലം വന്നു. പാലം വന്നതിന് ശേഷം നമുക്ക് ആലോചിച്ചാലെന്ന് പറഞ്ഞു. ആലോചനയിൽ പാലം വന്നപ്പോൾ വഴി പച്ചടഞ്ഞു. പിന്നെ എല്ലാവർക്കും വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ കിണറ്റിൽ വെള്ളം ഉണ്ടാകാൻ വേണ്ടിയാണ് വെള്ളം നിൽക്കാൻ വേണ്ടി അടച്ചതിന് ശേഷം മൊത്തത്തിൽ വെള്ളം വന്ന് ഒക്കെപ്പാടെ താഴ്ന്ന സ്ഥലത്തേക്ക് കയറി. അപ്പം അതിലെ കൃഷികളൊക്കെ മഞ്ഞളിപ്പും മറ്റതും ഇല കൊഴിച്ചിലും ഒക്കെ ആയിട്ട് ചീച്ചിലും കൊണ്ട് വെട്ടാനും പറ്റില്ല. ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടില്ലായിരുന്നു. ആ മഴ പെയ്താൽ എന്തൊക്കെ അവസ്ഥ പറയാനും പറ്റില്ല. ഭൂമി ഒന്നിച്ച് കുത്തിവലിച്ചാണ് പോകേണ്ടത്. നേരത്തെ ഇവിടെ വർഷക്കാലത്ത് ചിലപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം കയറാറുണ്ടെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം ഇറങ്ങുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി കയറിയ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വെള്ളം പൊങ്ങിയതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കർഷകർ പഞ്ചായത്ത് ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട്. VCB ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായതിനാൽ പരാതി മലപ്പുറത്തേക്ക് അയക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മുത്തന്തണ്ടിൽ പുതിയ VCB വന്നതിനു ശേഷം 2 ഭാഗത്തേക്കുമുള്ള വഴി നഷ്ടപ്പെട്ടതായും കൃത്യമായ DPR ഉണ്ടായിരുന്നില്ല എന്നും നേരത്തെ പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.